ഹലോ സുഹൃത്തുക്കളെ, Rechuz dreamzലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൊഞ്ച് ഇവിടെ മേടിച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുരുമുളക് ചതച്ചതാണ്, ഇത് പച്ചമുളക്, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞ് വെച്ച ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മൾ മസാലക്കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കൊഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച കൊഞ്ച് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.